നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ വിഭജനത്തിന് സാധ്യത. അഹമ്മദാബാദ്. ചിലർ ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP. ഗുജറാത്തിൽ നടക്കുന്ന AICC കൺവെൻഷനിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചത്. രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് ജനിച്ചവരാണെങ്കിലും അവരെ ഒന്നിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ദൗത്യം. പുരോഗതിയിലൂടെയുള്ള വരുമാനം പിന്നോക്ക വിഭാഗക്കാർക്ക് വീതിച്ചു കൊടുക്കേണ്ടതുമാണെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രകൃതിവിരുദ്ധ പീഡനം, 2 പേർ അറസ്റ്റിൽ. ഇൻഡോർ. മധ്യപ്രദേശിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിൽ പശുക്കളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ 2 പേരെ അറസ്റ്റ് ചെയ്തു. 2 പീഡനങ്ങളുടെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാനിടയായത്. ആദ്യത്തെ സംഭവത്തിൽ ഫാക്ടറി തൊഴിലാളിയായ അഹിർവാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ സംഭവത്തിൽ ദ്വാരക ഗോസ്വാമി എന്ന പ്രതിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലയാറ്റൂർ മുത്തപ്പനെ ദർശിക്കാൻ 200 കിലോയുടെ കുരിശുമായി ഭിന്നശേഷിക്കാർ. DEAF എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് സംസാരശേഷിയും കേൾവിശേഷിയുമില്ലാത്ത ഭിന്നശേഷിക്കാർ 200 കിലോ ഭാരം വരുന്ന കുരിശുമായി മലയാറ്റൂർ മല ചവിട്ടിയത്. 225 ഭിന്നശേഷിക്കാരാണ് ഇതിൽ പങ്കെടുത്തത്. സ്വർണ്ണ തട്ടിപ്പ്. മുൻ MLA മാത്യു സ്റ്റീഫനെതിരെ കേസ്. ഇടുക്കി. ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയ കേസിൽ മുൻ MLA മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസ്. ജനാധിപത്യ സംരക്ഷക സമിതി പ്രവർത്തകരായ ജിജി, സുബൈർ എന്നിവരാണ് മറ്റു 2 പ്രതികൾ. ജനുവരി 17-നാണ് 2 ചെക്ക് ലീഫുകൾ ഗ്യാരണ്ടിയായി നൽകി 2 ലക്ഷം രൂപയുടെ സ്വർണം നിർധനരായ കുടുംബത്തെ സഹായിക്കാനെന്ന് പറഞ്ഞ് ജ്വല്ലറി ഉടമയിൽ നിന്ന് കൈപ്പറ്റിയത്. അതിനുശേഷം ജനുവരി 27-ന് വീണ്ടും 10 ലക്ഷം രൂപയുടെ സ്വർണം ആവശ്യപ്പെട്ടെത്തിയ പ്രതികൾ പണം നൽകാതെ സ്വർണം തരില്ല എന്ന് പറഞ്ഞ ജ്വല്ലറി ഉടമയോട് സ്ത്രീപീഡന കേസിൽ ഉൾപ്പെടുത്തി ജയിലിലിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് 10 ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയത്. നിലവിൽ സുബൈർ, ജിജി എന്നിവർ മുക്കുപട്ടം പണയം വെച്ച കേസിൽ റിമാൻഡിലാണ്. ബീഹാറിൽ മിന്നലേറ്റ് 20 മരണം. ബീഹാറിൽ ശക്തമായ മിന്നലേറ്റ് 20 പേർ മരണമടഞ്ഞു. 4 ജില്ലകളിലായാണ് ദുരന്തമുണ്ടായത്. ഇന്നലെ മുതൽ വടക്കൻ ബീഹാറിൽ ശക്തമായ മിന്നലും മഴയും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായി. ദുരന്തത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അനുശോചനം രേഖപ്പെടുത്തി. കൊച്ചിയിൽ വീണ്ടും ലഹരിവേട്ട. പിടിയിലായവരുടെ കയ്യിൽ നിന്ന് തോക്കും കണ്ടെടുത്തു. ഇന്നലെ വൈകുന്നേരം മൂവാറ്റുപുഴയിൽ നടത്തിയ ലഹരിവേട്ടയിൽ സിനിമാ മേഖലയിലെ ക്യാമറമാൻ ഹരീഷ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ഇവരുടെ പക്കൽ നിന്ന് MDMAയും കഞ്ചാവും തോക്കും കണ്ടെടുത്തിട്ടുണ്ട്. ലഹരി ഇടപാടുകളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് തോക്ക് കൈവശം വെച്ചതെന്ന് എക്സൈസ് പറയുന്നു. ഈ തോക്കിന് ലൈസൻസ് ഇല്ല എന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് നടക്കുന്ന സിനിമാ നിർമ്മാണത്തിനും കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും ലഹരി എത്തിച്ചു കൊടുക്കുന്ന സംഘമാണിതെന്നാണ് നിഗമനം. അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇറാനെതിരെ ഭീഷണി മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ പദ്ധതി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാനെതിരെ ഇസ്രായേലിനെ ഉപയോഗിച്ച് സൈനിക ശക്തി പ്രയോഗിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഏതെങ്കിലും തരത്തിൽ വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ തങ്ങളുടെ പക്കലുള്ള ആണവ ഊർജം ഉപയോഗിക്കുക എന്നതാണ് ഇറാന് മുമ്പിലുള്ള ഏക പോൻവഴി. ഇതിനെ ഇസ്രായേലും ഭയപ്പെടുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. എന്നിരുന്നാലും ഈ ഭീഷണിയെ വിലവയ്ക്കുന്ന നിലപാടല്ല ഇറാനുള്ളത്. IPL അപ്ഡേറ്റ്സ്. 2025 IPL 18-ാം സീസണിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് രാജസ്ഥാൻ റോയൽസിനെതിരെ 58 റൺസിന്റെ വിജയം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. സൈനിങ് ഔട്ട്, കൃഷ്ണഗീത. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.